ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യന്റെ ആത്മധൈര്യം അവന് സംഭവിക്കാവുന്ന ഏതൊരു കാര്യത്തേക്കാൾ ശക്തമാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ കഥ. 1917 ഒരു തണുത്ത പ്രഭാതത്തിൽ അമേരിക്കയിലെ ഒരു പ്രൈമറി സ്കൂളിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിത്തുടങ്ങി. അപ്പോഴാണ് ആ സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ നിന്നും ഉഗ്ര സ്ഫോടന ശബ്ദം മുഴങ്ങിയത്. അധ്യാപകരും നാട്ടുകാരും വിദ്യാർത്ഥികളും ആ സ്ഫോടനം നടന്ന ആ ക്ലാസ് മുറിയിലേക്ക് ഓടിയെത്തി. ക്ലാസ് മുറിയിലെ തണുപ്പ് മാറ്റാനായി കത്തിച്ചുകൊണ്ടിരുന്ന നെരിപ്പോടിൽ നിന്നാണ് ആ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഓടിയിരുന്നു. തീയും പുകയും ശമിച്ചപ്പോൾ ഓടിക്കൂടിയ നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ഫ്ലോയ്ഡ് എന്ന വിദ്യാർത്ഥി ശരീരമാസകലം പൊള്ളലേറ്റ് തൽക്ഷണം അവിടെ മരണപ്പെട്ടിരുന്നു. ഫ്ലോയ്ഡിൻ്റെ ഇളയ സഹോദരൻ ഗ്ലെൻ ഗുരുതരമായ പൊള്ളലേറ്റ് മരണത്തോട് മല്ലിട്ട് അവിടെ ഗുരുതരാവസ്ഥയിൽ ബോധം കെട്ട് കിടപ്പുണ്ടായിരുന്നു. ഗ്ലെന്നിനെ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അധ്യാപകരും നാട്ടുകാരും ചേർന്ന് എത്തിച്ചു. ക്ലാസ് മുറിയിലെ തണുപ്പ് മാറ്റാനായി നെരിപ്പോട് കത്തിക്കുന്ന ചുമതല ഫ്ലോയ്ഡിനും നമ്മുടെ ഗ്ലെന്നിനുമായിരുന്നു. തീ പിടിപ്പിക്കാനായി സാധാരണ ഒഴിച്ചു വയ്ക്കാറ് മണ്ണെണ്ണയായിരുന്നു. പക്ഷേ അന്നാ ദിവസം ആരോ പെട്രോളാണ് അതിന് പകരം അവിടെ വെച്ചത്. ഇതറിയാതെ ആ സഹോദരന്മാർ പെട്രോൾ ആ തീയിലേക്ക് ഒഴിച്ചു. അതാണ് ആ തീപിടുത്തത്തിനും സ്ഫോടനത്തിനും കാരണമായത്. പാവം ഗ്ലെന്നിൻ്റെ അരയ്ക്ക് താഴെയുള്ള മാംസം വെന്തുരുകി. ഒരിറ്റ് മാംസം പോലുമില്ലാതെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നു. അവൻ മിക്കവാറും മരണപ്പെട്ടു പോകുമെന്നും അതാണ് അവന് നല്ലതെന്നും ഡോക്ടർ അമ്മയോട് പറയുന്നത് പാതി മയക്കത്തിൽ ഗ്ലെൻ കേട്ടു. തൻ്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ഡോക്ടറോട് ആ അമ്മ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഗ്ലെന്നിൻ്റെ മനസ്സിന് ശക്തി പകർന്നു. താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഗ്ലെന്നിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡോക്ടർമാരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ അവൻ്റെ അപകടനില തരണം ചെയ്തു. ആ സന്തോഷത്തിനിടയിലും ഗ്ലെന്നിൻ്റെ അമ്മയും ഡോക്ടറും സംസാരിക്കുന്നത് വീണ്ടും അവൻ കേട്ടു. അവന് ഇനി നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തൂങ്ങിയാടുന്ന കാലുകൾ അവനെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുത്തുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലുകൾ രണ്ടും മുറിച്ചു മാറ്റണമെന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ സ്നേഹനിധിയായ ആ അമ്മ തൻ്റെ മകൻ്റെ കാലുകൾ മുറിച്ചു മാറ്റണ്ട എന്ന് തന്നെ തീർത്തും ഡോക്ടർമാരോട് തിരിച്ചും പറഞ്ഞു. ഏതാനും മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഗ്ലെൻ തിരിച്ച് വീട്ടിലെത്തി. ഒരിറ്റ് ചലിക്കാനാവാതെ ഗ്ലെൻ തീരെ കിടപ്പിൽ തന്നെയായിരുന്നു. ജീവനില്ലാത്ത കാലുകളിലേക്ക് നോക്കി അവൻ എന്നും കണ്ണീർ വാർത്തു. അച്ഛനും അമ്മയും അവൻ്റെ കാലുകൾ, അവൻ്റെ മാംസമില്ലാത്ത ആ കാലുകൾ എന്നും തടവി കൊടുത്തിരുന്നു. ചില ദിവസങ്ങളിൽ അമ്മ അവനെ കാറ്റുകൊള്ളിക്കുന്നതിനും മറ്റുമായി വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം അവൻ മനഃപൂർവ്വം വീൽ ചെയറിൽ നിന്നും ഇറങ്ങി നിലത്തുകൂടെ ഇഴഞ്ഞു നീങ്ങി. വേലിയിൽ പിടിച്ച് കഷ്ടപ്പെട്ട് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പതിയെ എഴുന്നേറ്റ അവൻ ഓരോ കമ്പിയിലും പിടിച്ച് പതിയെ പതിയെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. പിടിച്ചു നിൽക്കാനാവാതെ വീണിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങി. തനിക്ക് നടക്കാൻ കഴിയില്ല എന്ന ഡോക്ടർമാരുടെ വാക്കുകൾ അവൻ വിശ്വസിച്ചില്ല. അവൻ എന്നും ഇതിനു വേണ്ടി ശ്രമിച്ചു. അവൻ്റെ മെലിഞ്ഞുടങ്ങിയ ആ കാലുകൾ വെച്ച് അവൻ നീന്തിയും ഉന്തിയും ഒപ്പം തന്നെ ആ വേലികളിൽ പിടിച്ചും നടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് പതിവായതോടെ അവൻ്റെ ആ കാലുകൾക്ക് പതിയെ ജീവൻ വെച്ചു തുടങ്ങി.
2 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ അവന് പതിയെ പതിയെ നടക്കാൻ സാധിച്ചു തുടങ്ങി. പതിയെ പതിയെ നടന്നു തുടങ്ങിയ ഗ്ലെൻ പതിയെ ഓടാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് അത്ഭുതങ്ങളായിരുന്നു. കത്തിച്ചാമ്പലായാലും ഫിനിക്സ് പക്ഷികൾ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും എന്നാണല്ലോ പറയാറ്. ആ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കി ചാരങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഗ്ലെൻ കണ്ണിംഗ്ഹാം ചരിത്രമായി. ആ കുട്ടിയുടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളച്ചു തുടങ്ങി. സാധാരണ എല്ലാവരും നടന്നു പോകുമ്പോൾ അവൻ എപ്പോഴും ഓടിയാണ് പല സ്ഥലങ്ങളിലേക്കും പോയിരുന്നത്. അതവൻ്റെ ഒരു ലക്ഷ്യവും പ്രയത്നവും അവൻ്റെ ഉദ്ദേശവുമായിരുന്നു. സ്കൂളിലേക്കും കളിസ്ഥലങ്ങളിലേക്കും എന്നും അവൻ ഓടി തന്നെ പോയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവന്. 1934 അവൻ്റെ 25-ാം വയസ്സിൽ ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഒരു ഓട്ട മത്സരത്തിൽ അവൻ റെക്കോർഡ് സ്ഥാപിച്ചു. 4 മിനിറ്റും 8 സെക്കൻഡും കൊണ്ടാണ് അവൻ ആ റെക്കോർഡ് സ്ഥാപിച്ചത്. ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരാൾ ആ റെക്കോർഡ് തിരുത്തി എഴുതിയത്. 1932 1936 അമേരിക്കയ്ക്ക് വേണ്ടി ഗ്ലെൻ ഒളിമ്പിക്സിൽ മത്സരിച്ചു. കൻസാസിലെ ഇരുമ്പ് മനുഷ്യൻ എന്നാണ് പിൽക്കാലത്ത് ഗ്ലെൻ അറിയപ്പെട്ടത്. ജീവിതത്തിൽ നിന്ന് തന്നെ വിദഗ്ധ ഡോക്ടർമാർ എഴുതി തള്ളിയ ഗ്ലെൻ കണ്ണിംഗ്ഹാം അവൻ്റെ മനസ്സും ഉറച്ച ആത്മവിശ്വാസവുമാണ് അവനെ ഇതിലേക്ക് എത്തിച്ചത്. ഒരിക്കലും നടക്കാനാവില്ലെന്ന് വിധിയെഴുതിയ ഗ്ലെൻ ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് ഓടിക്കയറിയത്. ലോകത്തെയാകെ പ്രചോദിപ്പിച്ച സംഭവബഹുലമായ ജീവിതത്തിന് ശേഷം 1988 ഗ്ലെൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഏതൊരു മനുഷ്യനും എത്ര വലിയ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശാരീരികവും മാനസികവുമായ ഉൾക്കരുത്ത് ഉണ്ടെന്ന് തെളിയിക്കുന്ന ജീവിത കഥയാണ് ഗ്ലെൻ കണ്ണിംഗ്ഹാമിൻ്റേത്. ഏറ്റവും മോശമായ സമയങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഓരോരുത്തരെയും ഓരോ ദിവസവും മുന്നോട്ട് നയിക്കും. ഏറ്റവും മോശമായ സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ലക്ഷ്യം നേടാനായി കഠിനമായി പരിശ്രമിച്ചാൽ ഏതൊരു കാര്യവും അപ്രാപ്യമല്ല എന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടർമാർ ഗ്ലെന്നിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ കേട്ടു. എന്നാൽ സ്വന്തം അമ്മയുടെ ആത്മവിശ്വാസവും പ്രോത്സാഹനവുമാണ് അവനെ അവൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിച്ചത്. അതിനാൽ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധയും കരുതലും പ്രോത്സാഹനവും എന്തായാലും ഉണ്ടാവണം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ബൈ. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സാധാരണ നമ്മുടെ ചാനലിൽ രാവിലെ 7 മണിക്കാണ് നമ്മുടെ മോർണിംഗ് സ്റ്റോറീസ് ഇടാറ്. ഇനി മുതൽ, അതായത് നാളെ തിങ്കളാഴ്ച മുതൽ രാവിലെ 10:30 ചാനലിൽ മോർണിംഗ് സ്റ്റോറീസ് വരിക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. ഓക്കെ, ഒരിക്കൽ കൂടി ബൈ.